Yes, dear students, welcome to Sapphire Future Academy Board Booster Series. Today, I am going to discuss about phylum chordates, the division, superclasses and classes. Okay. Yes. Look, phylum chordata. What are the main features of phylum chordata? First one, presence of notochord. In hemichordata, instead of notochord, stomochord is present. Here, notochord is present. അപ്പോൾ chordates എന്ന് വരുമ്പോൾ എല്ലാത്തിലും എന്തുണ്ട്? Notochord is present. Then, dorsal hollow nerve cord. Dorsal region. നമ്മുടെ dorsal region ഏതാണ്? പുറംഭാഗമാണ് അല്ലേ? Dorsal region has hollow nerve cord and paired pharyngeal gill slits. These are the main features of phylum chordata. First one, presence of notochord. Second, dorsal hollow nerve cord and pharyngeal gill slits. Next point, ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ബൈലാറ്ററൽ സിമട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? എല്ലാ ഹയർ ഫൈലത്തിനും അങ്ങനെ തന്നെയാണ്. ബൈലാറ്ററൽ സിമട്രി ആണ്, സീലോമേറ്റ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം and post anal tail is present. Look this diagram. Here is the notochord. Then dorsal hollow nerve cord, yellow color. Pharyngeal gill slits, കണ്ടോ? ഇത് paired ആണ്. അപ്പുറത്തെ വശത്ത് രണ്ട് വശത്തും കാണും. Paired ആണ് pharyngeal gill slits. And post anal tail. Three subphylums come under phylum chordata. Which are they? Urochordata, Cephalochordata and Vertebrata. These are the subphylum coming under phylum chordates. Then what are the characters of Urochordata? Okay. Notochord present only in larval tail. Notochord is present. Notochord വേണമല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ chordates എന്ന് പറയുന്നത്. That notochord is present only in the larval tail. നോട്ടോകോഡ് എവിടെ മാത്രമേ കാണുള്ളൂ? ലാർവയുടെ ടെയിലിൽ മാത്രമേ കാണുകയുള്ളൂ. എക്സാമ്പിൾ, അസിഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോലം. ഇതാണ് ഫസ്റ്റ് വരുന്ന സബ്ഫൈൽ എന്ന് പറയുന്നത് യൂറോകോഡേറ്റ. സെക്കൻഡ് വൺ ഈസ് സെഫാലോകോഡേറ്റ. അപ്പൊ എന്താ സെഫാലോകോഡേറ്റ എന്ന് പറഞ്ഞാൽ യൂറോകോഡേറ്റിനേലും ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ എന്താ? നോട്ടോകോഡ് പ്രസന്റ് ത്രൂഔട്ട് ദ ലൈഫിൽ മുഴുവനായിട്ടുണ്ട്. മാത്രമല്ല എവിടെ മുതൽ എവിടെ വരെയുണ്ട്? ഫ്രം ഹെഡ് ടു ടെയിൽ. കണ്ടോ? ഹെഡ് ടു ടെയിൽ വരെയുമുണ്ട്. ഇനി എക്സാമ്പിൾ, ബ്രാക്കിയോസ്റ്റോമ, ലാൻസ്ലെറ്റ് ഓർ ആംഫിയോക്സിസ് ബ്രാക്കിയോസ്റ്റോമ. ദ ലാസ്റ്റ് വൺ ഈസ് വെർട്ടിബ്രേറ്റ. നമുക്കറിയാം നമ്മളെല്ലാം എന്താ? വെർട്ടിബ്രേറ്റയാണ്. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താ? നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ, നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് എന്തായിട്ട് മാറും? വെർട്ടിബ്രൽ കോളം. റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. അതുപോലെ നോട്ടോകോഡ് ഈസ് പ്രസന്റ്, അതുണ്ട്. എപ്പോ? ഇൻ എംബ്രിയോണൽ സ്റ്റേജ്. എംബ്രിയോണൽ സ്റ്റേജിൽ നോട്ടോകോഡ് ഉണ്ട്. അതിനുശേഷം അത് എന്തായിട്ട് മാറും? റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. അപ്പോ ഫസ്റ്റ് എന്താ പറഞ്ഞത്? Characters of phylum chordata. First one, notochord is present, dorsal hollow nerve cord and paired pharyngeal gill slits. Then postanal tail. These are the main features of phylum chordata, which is classified into three subphyla: Urochordata, Cephalochordata, Vertebrata. Urochordata എന്ന് പറഞ്ഞാൽ എന്താണ്? Notochord present only in the larval tail, Acidia, Salpa and Doliolum. Second one, Cephalochordata. Notochord എന്താ പറഞ്ഞിരിക്കുന്നത്? Present throughout the life from head to tail. The last is Vertebrata. Cephalochordata example, Brachiostroma. Vertebrates എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് ഉണ്ട്. ഈ നോട്ടോകോഡ് പക്ഷെ എവിടെ കാണുകയുള്ളൂ? ഓൺലി ഇൻ എംബ്രിയോണൽ സ്റ്റേജ്.
That notochord is replaced by vertebral column. That is vertebrate. Yes. ഇവിടെ നോക്കുക, വെർട്ടിബ്രേറ്റ്സിന്റെ ഡിവിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിവിഷനിൽ വരുമ്പോ അഗ്നാത്ത, നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ക് ജോസ്, ജോസ് ഇല്ല. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് ജോസ്, ജോസ് അവിടെ പ്രസന്റ് ആണ്. അതില് അഗ്നാത്തയ്ക്ക് വരുന്ന ഒരു ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. അഗ്നാത്തയുടെ ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റയുടെ സൂപ്പർ ക്ലാസ് ആണ് ഒന്ന് പൈസസ്. പൈസസ് എന്ന് പറഞ്ഞാൽ ഫിഷസ്. ആൻഡ് ടെട്രാപോഡ. ടെട്ര മീൻസ് 4, പോഡ മീൻസ് അപ്പൻഡേജ്. അപ്പൊ എന്താണ്? 4 appendages are there. ടെട്രാപോഡ. അതില് പൈസസ് തന്നെ, പൈസസ് എന്ന് പറഞ്ഞാൽ which has fins, അവർക്ക് ചിറകുകളുണ്ട് അല്ലെ? bears fins. It is again classified into 2 classes. First one is chondrichthyes and osteichthyes. Chondrichthyes means cartilaginous fishes. Osteichthyes means bony fishes. Like that, tetrapoda. Tetrapoda ഫിൻസിന് പകരം എന്താ ഉള്ളത്? bare limbs. അതിന്റെ ക്ലാസ്സസ് നോക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടിരിക്കുന്നതാണ്. ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, ആൻഡ് മാമൽസ്. ഓക്കെ, അപ്പൊ വെർട്ടിബ്രേറ്റയുടെ ഒരു ക്ലാസിഫിക്കേഷന്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. വെർട്ടിബ്രേറ്റ്സ് 2 ഡിവിഷൻസ് ആണ്, അഗ്നാത്ത, നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ജോസ്, ജോസ് ഇല്ല, ജോസ് ആബ്സെന്റ് ആണ്. നാത്തോസ്റ്റൊമാറ്റ ബെയർ ജോസ്. അതിൽ അഗ്നാത്തയിൽ വരുന്ന ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. സൂപ്പർ ക്ലാസ്, നാത്തോസ്റ്റൊമാറ്റയുടെ സൂപ്പർ ക്ലാസ് ആണ് പൈസസും ടെട്രാപോഡും. പൈസസിന്റെ ക്ലാസ് ആണ് കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. അതുപോലെ ടെട്രാപോഡ്സിന്റെ ക്ലാസ് ആണ് ആംഫിബിയ, റെപ്റ്റേലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഫൈലം കോഡേറ്റ 3ആയിട്ടല്ലേ തിരിച്ചിരിക്കുന്നത്? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ. ഇതിനകത്ത് നോക്കിയേ, ക്ലാസ് സൈക്ലോസ്റ്റോം. ആരുടെയാണ് ക്ലാസ് സൈക്ലോസ്റ്റോം? ലാക്ജോസ് എന്ന് പറഞ്ഞ ഏതിനാണ്? അഗ്നാത്ത അല്ലെ? അതിൽ വരുന്ന ക്ലാസ് ആണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ഹാവിങ് സർക്കുലാർ മൗത്ത് ആണ്. അതായത് അവരുടെ മൗത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്ന പറയുന്നത്? ഹാവിങ് സർക്കുലാർ മൗത്ത്. മൗത്ത് ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നത്, സക്കിംഗ് ഫിഷിന്റെ ഒക്കെ മൗത്ത് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഹാവ് സർക്കുലാർ മൗത്ത്. ഇങ്ങനെ ഇരിക്കുന്ന മൗത്താണ് അവർക്ക് കാണുന്നത്. They are ectoparasite. What do you mean by ecto? Parasite എന്താണെന്നറിയാലോ? ecto എന്ന് പറഞ്ഞാൽ എന്താ? Parasite which can live on the host body, surface of the host body. അതിനെയാണ് ectoparasite. Ectoparasite on some fishes. They have sucking and circular mouth. Sucking and circular mouth. നമ്മൾ പറഞ്ഞു സർക്കുലർ ആയതുകൊണ്ടാണ് അതിനെ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞത് അല്ലെ? സക്കിംഗ് മൗത്ത് ആണ്, സർക്കുലർ മൗത്ത് ആണ്. പക്ഷെ എന്ത് ആബ്സെന്റ് ആണ്? ജോസ് ആർ ആബ്സെന്റ്. ജോസ് ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് പോയിന്റ്, ബോഡി ഡിവോയ്ഡ് ഓഫ് സ്കെയിൽ. ഡിവോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയിൽ സ്കെയിൽസ് ഇല്ല. സ്കെയിൽസ് ആണ് ശൽക്കങ്ങൾ. സ്കെയിൽസ് ആബ്സെന്റ്. ഗിൽ സ്ലിറ്റ്സ് എത്രയാ നോക്കിയേ? 6 to 15 pairs of gill slits. Gill slitsന്റെ ഫംഗ്ഷൻ എന്താണ്? Which help for respiration. Then cranium and vertebral column. Cranium എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തലയോട്ടിയാണ് cranium. Vertebral column നമ്മുടെ ബാക്ക് ബോൺ അല്ലേ? ഇത് നമ്മുടെ അല്ല കേട്ടോ, ഇത് സൈക്ലോസ്റ്റോംസിന്റെ. Cranium and vertebral column is cartilaginous. ഈ ക്രേനിയവും വെർട്ടിബ്രൽ കോളവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാണ്? കാർട്ടിലേജ് കൊണ്ടാണ്. കാർട്ടിലേജ് ഇസ് എ കൈൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ബ്ലഡ് വെസലിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ മറൈൻ. ഇവര് മറൈൻ ആണ്, പക്ഷെ അവർ എന്താ ചെയ്യുന്നത് നോക്കിയേ? ദേ മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. സ്പോണിങ്, അവരുടെ എഗ് ലേയിങ് സമയത്ത്, അവർ റീപ്രൊഡക്റ്റീവ് സമയത്ത് ഇവർ എന്ത് ചെയ്യും? സ്പോണിങ്ങിന് വേണ്ടി എവിടേക്ക് പോകും? ഇവര് ഫ്രഷ് വാട്ടറിലേക്ക് പോകും. അതിനെ നമ്മൾ അപ്പോൾ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ഇവർ മറൈനിൽ നിന്നും അവർ ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ആൻഡ് ഡൈ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്.
മുട്ടയൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? അവര് ഡൈ ആഫ്റ്റർ, അവര് മരിച്ചും പോകും. അതിനുശേഷം ലാർവേ റിട്ടേൺ ടു സീസ്, അതിന്റെ ലാർവേ എഗ് ലേ ചെയ്ത് അത് എന്തായിട്ട് ഹാച്ച് ചെയ്ത് ലാർവയായിട്ട് മാറി. ഈ ലാർവേ പിന്നീട് റിട്ടേൺ ടു സീ ആഫ്റ്റർ മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസിന് ശേഷം, വാട്ട് ഡു യു മീൻ ബൈ മെറ്റമോർഫോസിസ്? ഇറ്റ് ഈസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം ലാർവേ ടു അഡൽട്ട്. മെറ്റമോർഫോസിസിന് ശേഷം അവർ തിരിച്ച് എവിടേക്ക് വരും? അവര് തിരികെ മറൈൻ വാട്ടറിലേക്ക് വരും. അപ്പോൾ നോർമലി അവര് മറൈനാണ്. സ്പോണിങ്ങിന്റെ സമയത്ത് അവരെവിടേക്ക് പോകും? ഫ്രഷ് വാട്ടറിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ, സ്പോണിങ് കഴിഞ്ഞാൽ അവരവിടെ വെച്ച് ഡൈ, ദേ ക്യാൻ ഡൈ. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം അതിന്റെ ലാർവേ ഹാച്ച് ഔട്ട് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. കുറച്ച് നാള് കഴിഞ്ഞ് ലാർവയിൽ മെറ്റമോർഫോസിസ് കഴിഞ്ഞിട്ട് തിരിച്ചെവിടെ തന്നെ വരും? അത് മറൈൻ വാട്ടറിലേക്ക് വരും. അപ്പോ അവിടെ രണ്ട് തരത്തിലാണ്. ഒന്ന് സ്പോണിങ്ങിന് വേണ്ടി മറൈൻ ടു ഫ്രഷ് വാട്ടർ, ലാർവേ ഫ്രഷ് വാട്ടർ ടു മറൈൻ വാട്ടർ. അതിന് അനാഡ്രോമസ്, കാറ്റഡ്രോമസ് എന്നൊക്കെ പറയും. മൈഗ്രേഷൻ ആണ്. അനാഡ്രോമസ് മൈഗ്രേഷൻ ആൻഡ് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ എന്നതിന് പറയാറുണ്ട്. Then last is their examples. Examples, first one, പെട്രോമൈസൺ. പെട്രോമൈസണിനെയാണ് നമ്മൾ ലാംപ്രേ. ഡയഗ്രം നോക്കിക്കോളണം. അതിന്റെ ഗിൽ സ്ലിറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഗിൽ സ്ലിറ്റ്സ്, അവരുടെ ടെയില്, മൗത്ത് എന്ന് പറഞ്ഞാൽ സക്കിങ് മൗത്ത് ആയിട്ടാണ് കാണുന്നത്. പിന്നെ മിക്സിൻ എന്ന് പറയുന്നതാണ് ഹാഗ് ഫിഷ്. അതിന്റെ ഗിൽ സ്ലിറ്റ്സ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പോസ്റ്റേനൽ ടെയില് കണ്ടില്ലേ? ഇത് രണ്ടുമാണ് അതിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഏത് ഡിവിഷനാണ്? അഗ്നാത്ത. അതിൽ വരുന്നതാണ് സൈക്ലോസ്റ്റോംസ്. ഇനി നോക്കുക. ഇനി അഗ്നാത്ത കഴിഞ്ഞിട്ട് നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ പറഞ്ഞല്ലോ. അതെന്താ അതിന്റെ പ്രത്യേകത? ജോസ് പ്രസന്റ് ആണ്. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പൈസസും ടെട്രാപോഡ്സും. അതിൽ പൈസസിലെ ഫസ്റ്റ് ക്ലാസ് ആണ് കോൺട്രിക്ടൈസ്. പൈസസിലെ അല്ലെങ്കിൽ ഫിഷസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കോൺട്രിക്ടൈസ്. ഫിഷസിന് രണ്ട് ക്ലാസസ് ആണ്. ഏതൊക്കെയാണ്? കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. അതിൽ കോൺട്രിക്ടൈസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എൻഡോസ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. എൻഡോസ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. അതിനെയാണ് കോൺട്രിക്ടൈസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ എൻഡോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ദർ മറൈൻ വാട്ടറിലാണ് കാണുന്നത്. അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് മറൈൻ ആണ്. സ്ട്രീം ലൈൻഡ് ബോഡി. എന്തിനു വേണ്ടിയാ? സ്ട്രീം ലൈൻഡ് ബോഡി ഹെൽപ്പ് ഫോർ സ്വിമ്മിങ്ങിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ബേർഡ്സ് പഠിക്കുമ്പോഴും അതുപോലെ ഫിഷസ് പഠിക്കുമ്പോഴും നമ്മൾ പറയുന്നതാണ് സ്ട്രീം ലൈൻഡ് ബോഡി. ദെൻ cartilaginous endoskeleton, cold blooded animals. Cold blooded എന്ന് പറഞ്ഞാൽ എന്താ? Have no constant temperature. Their body temperature can change according to their environment. എൻവയോൺമെന്റിലെ ടെമ്പറേച്ചർ എന്താണോ അതനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. അതിനെയാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ കോൺട്രിക്ടൈസ് എന്ന് കോൾഡ് ബ്ലഡഡ് ആണ്. Then with minute placoid scale, അതുപോലെ ഇവരുടെ ശൽക്കങ്ങൾ എന്ന് പറയുന്നത് പ്ലക്കോയിഡ് ആണ്. ഈ പ്ലക്കോയിഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് ഹാർഡാണ്, അത് വളരെ ചെറുതാണ്. പ്ലക്കോയിഡ് കണ്ടോ? കോൺട്രിക്ടൈസിന് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. Then gill slits are present, but the gill slits ഉണ്ട്, പക്ഷെ അതിനെ കവർ ചെയ്തുകൊണ്ട് എന്തില്ല? ഓപ്പർക്കുലമില്ല. Gill slits are present but without operculum. ഓരോ ഫിഷസിന്റെ പുറമെ ഒരു കവറിങ് കാണാം. ഗിൽസിന് പുറമെ ഒരു കവറിങ് കാണാം. ആ കവറിങ്ങിനെയാണ് നമ്മൾ ഓപ്പർക്കുലം എന്ന് പറയുന്നത്. അത് ഏത് കോൺട്രിക്ടൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് എന്തില്ല? ഓപ്പർക്കുലം കാണുകയില്ല. ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്. എയർ ബ്ലാഡർ ആബ്സെന്റ്. എയർ ബ്ലാഡർ എന്തിനു വേണ്ടിയുള്ളതാണ്? എയർ ബ്ലാഡർ സ്വിമ്മിങ്ങിന് പൊങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ളതാണ് എയർ ബ്ലാഡർ അല്ലേ? ഈ എയർ ബ്ലാഡറും ദാറ്റ് ഈസ് ടോട്ടലി ആബ്സെന്റ് ഇൻ കോൺട്രിക്ടൈസ്. ഹെൻസ് അപ്പൊ എന്താ സംഭവിക്കുന്നത്? എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ അവർക്ക് ബോയൻസി ഇല്ലല്ലോ, പൊങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹെൻസ് ടു അവോയ്ഡ് സിങ്കിങ് എന്ന് പറഞ്ഞാൽ താന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി ദേ കോൺസ്റ്റന്റ്ലി സ്വിംസ്. അവരെപ്പോഴും നീന്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരു
ഒരു ഷാർക്കിന്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അത് ഒരു സമയത്തും അത് എവിടെയെങ്കിലും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും ഓൾവേസ് അവർ സ്വിം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഷാർക്ക് ബിലോങ്സ് ടു എവിടെയാ വരുന്നത്? കോൺട്രിക്ടൈസിലാണ്. അതിന് എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സ്വിം ചെയ്തില്ലെങ്കിൽ അവര് താന്നു പോകും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ദേ കാൻ കോൺസ്റ്റന്റ്ലി സ്വിമ്മിങ്. ഹാർട്ട് ഈസ് 2 chambers. ആകെ 2 ചേംബറേ ഉള്ളൂ. വിച്ച് ആർ ദ 2 chamber? ഏട്രിയം, അപ്പർ ഏട്രിയം ആൻഡ് ലോവർ വെൻട്രിക്കിൾ. സിംഗിൾ സർക്കുലേഷൻ ആണ്. ഒരു പ്രാവശ്യം മാത്രമേ ഹാർട്ടിലൂടെ ബ്ലഡ് പോവുകയുള്ളൂ. അതാണ് അവിടെ ഹാർട്ട് ഈസ് 2 chambers. പിന്നെ കോൾഡ് ബ്ലഡഡ് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. കോൾഡ് ബ്ലഡഡിന്റെ മറ്റൊരു ടേം ആണ് പൊയ്ക്കിലോതേമസ്. പൊയ്ക്കിലോതേമസ് എന്ന് പറഞ്ഞാലും കോൾഡ് ബ്ലഡഡ് തന്നെയാണ്. ബോഡിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട് ബോഡി ടെമ്പറേച്ചർ ഇല്ല. No constant body temperature. Their body temperature change according to environment. അതിന്റെ സെയിം തന്നെയാണ്. അതിന് മറ്റൊരു പേരാണ് പൊയ്ക്കിലോതേമസ്. Sexes are separate. Male have pelvic fin which bear claspers. Pelvic fin. Pelvic എന്ന് പറഞ്ഞാൽ വെൻട്രൽ റീജിയനിൽ കാണുന്ന ഫിന്നാണ് പെൽവിക് ഫിൻ. പെൽവിക് ഫിൻ, ഈ പെൽവിക് ഫിന്നിൽ എന്തുണ്ട്? That bear claspers. That bear claspers. Internal fertilization. Fertilization takes place inside the body. Usually they are viviparous. What do you mean by viviparous? Give birth their younger ones. Give birth their younger ones. അതിനെയാണ് viviparous എന്ന് പറയുന്നത്. Oviparous അല്ല, viviparous. Then chondrichthyes mostly have heterocircle tail. ഹെറ്ററോസർക്കൽ ടെയിൽ. ഈ ഹെറ്ററോസർക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ both the lobes of the tail are not similar in size. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഫിഷിന്റെ ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കാണാറല്ലേ? 2 ലോബും ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നത് ഹോമോ സർക്കിൾ എന്നാണ്. ഇതിനെ ഹോമോ സർക്കിൾ എന്ന് പറയും. ഇതെന്താ പറഞ്ഞത്? ഹെറ്ററോ സർക്കിൾ ആണ്. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ എന്താ? 2 ലോബ്സ് എങ്ങനെയല്ല? ഒരേപോലെയല്ല. ഒരേപോലെയല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹെറ്ററോ സർക്കിൾ ടെയിൽ. ഹെറ്ററോ സർക്കിൾ ടെയിൽ. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഹോമോ സർക്കിൾ ആണ്. ഒരു ഷാർക്കിന്റെ ഇപ്പൊ പിക്ചർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഷാർക്കിന്റെ ഒക്കെ ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഹെറ്ററോ സർക്കിൾ ആണ്. Then some of the fishes have certain defense organs. അതിൽ ഒന്നാമത്തതാണ് ഇലക്ട്രിക് ഓർഗൻ ഈസ് പ്രസന്റ് ഇൻ ടോർപിഡോ. ടോർപിഡോ ഒരു ഫിഷിന്റെ പേരാണ്. അവർക്ക് ഡിഫൻസിന് വേണ്ടി എന്തുണ്ട്? ഇലക്ട്രിക് ഓർഗൻ. ഇലക്ട്രിക് ഓർഗൻ. ഇപ്പൊ എനിമീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഓർഗനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അതുകൊണ്ടാണ് അതിന് ഇലക്ട്രിക് ഓർഗൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രൈഗൺ. ട്രൈഗണിനുള്ളതാണ് പോയ്സണസ് സ്റ്റിംഗ്. സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുത്താൻ ഉപയോഗിക്കുന്നത്. അത് ട്രൈഗണിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ ഓപ്പർക്കുലം ഇല്ലാത്ത കാര്യം, അതുപോലെ പ്ലക്കോർഡ് സ്കെയില്, അത് ഓർത്തിരുന്നോളണം കേട്ടോ. പ്ലക്കോർഡ് സ്കെയിൽ. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു, ഈ പോയിന്റ്. They have powerful jaw. Powerful jaw. ഇവരുടെ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ജോ ആണെന്ന്. എന്തുകൊണ്ടാ? They are predators. അല്ലേ? അവര് മറ്റൊരു ഓർഗാനിസത്തെ കൊന്നിട്ട് അതിനെ ഭക്ഷിക്കുകയാണ്. അവർ പ്രഡേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പവർഫുൾ ആയിട്ടുള്ള ജോയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗിൽസിന്റെ കാര്യം ഓർക്കുക. എയർ ബ്ലാഡർ ഇല്ലാന്ന് ഓർക്കുക. ഫിഷസ് ഏതായാലും അവർ പൊയ്ക്കിലോതേമസ് ആണ്. അത് കോൺട്രിക്ടൈസ് ആയിക്കോട്ടെ ഓസ്റ്റിക്ടൈസ് ആയിക്കോട്ടെ, രണ്ടും പൊയ്ക്കിലോതേമസ് ആണ്. പിന്നെ ആ ഹെട്രോ സർക്കിൾ അതൊന്ന് ഓർത്തിരുന്നോളണം. പിന്നെ അതിന്റെ ഡിഫൻസ് ഓർഗൻസ്, ഇലക്ട്രിക് ഓർഗൻ ഈസ് പ്രസന്റ് ഇൻ ടോർപിഡോ ആൻഡ് പോയ്സണസ് സ്റ്റിംഗ് ഈസ് പ്രസന്റ് ഇൻ ട്രൈഗൺ. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കാണാം കേട്ടോ. നോക്കിയേ, എക്സാമ്പിളിലെ ഫസ്റ്റ് വൺ സ്കോളിയോഡോൺ. ഇത് സ്കോളിയോഡോൺ. സ്കോളിയോഡോൺ എന്ന് പറയുന്നത് നമ്മുടെ ഷാർക്ക്, ഡോഗ് ഫിഷ്, സ്കോളിയോഡോൺ. ഇതിന്റെ ടെയിൽ നോക്കുക, കണ്ടോ? ടെയിലിന്റെ ഷേപ്പ് കണ്ടോ? ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഇതിന് ഹെറ്ററോ സർക്കിൾ. രണ്ടും ഒരേപോലെ വരികയാണെങ്കിൽ അതിന് ഹോമോ സർക്കിൾ. ഇതാണ് കേട്ടോ ഹെറ്ററോ സർക്കിൾ. അതുപോലെ തന്നെ മൗത്ത് നോക്കിയേ. കോൺട്രിക്ടൈസിന്റെ മൗത്ത് എപ്പോഴും വെൻട്രൽ റീജിയനിലായിരിക്കും. വെൻട്രൽ റീജിയനിലായിരിക്കും മൗത്ത്. കണ്ടോ ഇവിടെ മൗത്ത് കാണിച്ചിരിക്കുന്നത് നോക്ക്, വെൻട്രൽ റീജിയനിലാണ് മൗത്ത് വന്നിരിക്കുന്നത്. ഇനി ഇത് നോക്കുക, ട്രൈഗൺ. ട്രൈഗൺ എന്ന് പറയുന്നതാണ് സ്റ്റിംഗ് റേ. ട്രൈഗൺ, സ്റ്റിംഗ് റേ, ട്രൈഗൺ. ഇനി അടുത്തത് പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസിന് പറയുന്ന പേരാണ് സോഫിഷ് എന്ന് പറയും. സോഫിഷ്, പ്രിസ്റ്റിസ്.
ഇവിടെ എഴുതിയിട്ടുണ്ട് സോഫിഷ്. സോഫിഷ് ഇതിന്റെ മൗത്തിന്റെ റീജിയൻ നോക്കുക, സോ പോലെ അറക്കവാള് പോലെ ഇരിക്കുന്നു, അതുകൊണ്ടാണ് അതിന് സോഫിഷ് എന്ന് പറയുന്നത്. അതുപോലെ കാർക്കറാഡോൺ. കാർക്കറാഡോൺ എന്ന് പറയുന്നതാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. കണ്ടോ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, കാർക്കറാഡോൺ. ഇത് 4 കോൺട്രിക്ടൈസിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഓസ്റ്റിക്ടൈസിനെ കുറിച്ച് പറയാം. യെസ്, ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, അതായത് എൻഡോസ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ് ആണ്. ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്താണ്, ബോണി എൻഡോസ്കെലിറ്റൻ ആണ്. ബോണി എൻഡോസ്കെലിറ്റൻ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫിഷാണ് സാർഡൈൻ, നമ്മൾ മത്തി എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ചാള എന്ന് പറയുന്നത്. അതിന്റെ എൻഡോസ്കെലിറ്റൻ, അതിന്റെ മുള്ള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ബോണിയാണ്. അപ്പൊ ഇവരുടെ അത് തന്നെയാണ് ബോണി ഫിഷ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്നത് ബോണി ഫിഷസ്, എൻഡോസ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺ. അവരുടെ ഹാബിറ്റായിട്ട് നോക്കിയേ, മറൈൻ ഫോംസും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ബോത്ത് ഹാവ്. മറൈൻ ആയിക്കോട്ടെ ഫ്രഷ് വാട്ടർ ആയിക്കോട്ടെ, അതിന്റെ എൻഡോസ്കെലിറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺ. ദെൻ സ്ട്രീം ലൈൻഡ് ബോഡി, സെയിം തന്നെയാണ് നമ്മൾ കോൺട്രിക്ടൈസിലും പറഞ്ഞ സ്ട്രീം ലൈൻ ബോഡി വിത്ത് 4 പെയർ ഓഫ് ഗിൽസ്. 4 പെയർ ഓഫ് ഗിൽസ്, അത് വിച്ച് ഈസ് കവേർഡ് ബൈ ഓപ്പർക്കുലം. കോൺട്രിക്ടൈസിൽ ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്, ഇവിടെ ഓപ്പർക്കുലം പ്രസന്റ് ആണ്. ഒന്നാമത്തെ ഡിഫറൻസ് ആണ് അത്. അടുത്ത നോക്കാം, സ്കിൻ ഈസ് കവേർഡ് ബൈ സൈക്ലോയിഡ് സ്കെയിൽ. കോൺട്രിക്ടൈസിൽ പറഞ്ഞ എന്താ, സ്കിൻ ഈസ് കവേർഡ് ബൈ പ്ലക്കോയിഡ് സ്കെയിൽ. ഇത് സൈക്ലോയിഡ് സ്കെയിൽ. സൈക്ലോയിഡ്, ടീനോയിഡ് സ്കെയിൽ ഉണ്ട്, സൈക്ലോയിഡ് സ്കെയിൽ ഉണ്ട്. അതേസമയം കോൺട്രിക്ടൈസ് ആണെങ്കിൽ പ്ലക്കോയിഡ് സ്കെയിലാണ്. എയർ ബ്ലാഡർ ഈസ് പ്രസന്റ്. കോൺട്രിക്ടൈസിലോ എയർ ബ്ലാഡർ ഈസ് ആബ്സെന്റ്. അതുകൊണ്ടാണല്ലോ ദേ ക്യാൻ കോൺസ്റ്റന്റ്ലി സ്വിം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് സിങ്കിങ്. ഇവർക്ക് അങ്ങനെയല്ല. ഓസ്റ്റിക്ടൈസിലെ എന്ത് പ്രസന്റ് ആണ്? എയർ ബ്ലാഡർ ഈസ് പ്രസന്റ്. ഹാർട്ട് ഈസ് 2 ചേംബേർഡ്. സെയിം തന്നെ, ഹാർട്ട് 2 ചേംബർ ആണ്. അപ്പർ ഏട്രിയം ഉണ്ട്, ലോവർ വെൻട്രിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സർക്കുലേഷൻ ആണ്. ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് എങ്ങനെയാണ്? കോൾഡ് ബ്ലഡഡ് ആണ്, അതായത് പോയിക്കിലോതേമസ് ആണ്. Then sexes are separate. Fertilization external. Fertilization external. മറ്റേത് ഇന്റേണൽ ആണ് നമ്മൾ പറഞ്ഞത്, വിവിപാരിയ പറഞ്ഞത്. ഇത് എക്സ്റ്റേണൽ. oviparous. Development direct. എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മറൈൻ ഫോമിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. മറൈനിൽ ഹിപ്പോകാമ്പസ്, ഈ കാണിച്ചിരിക്കുന്നത് അതിനെ സീ ഹോഴ്സ് എന്ന് പറയും. ഹിപ്പോകാമ്പസ്, സീ ഹോഴ്സ്. രണ്ടാമത്തത് എക്സോകീറ്റസ്. ഡയഗ്രം നോക്കുക, എക്സോകീറ്റസ് ഫ്ലൈയിങ് ഫിഷ്. കണ്ടോ അതിന്റെ ഫിൻസ് നോക്കിയേ, ശരിക്ക് ചിറക് പോലെ അല്ലെ, വലിയ ചിറക് പോലെ. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മറൈൻ ഫോംസ് ആണ്. ദീസ് 2 ആർ മറൈൻ ഫോംസ്. ഇനി ഫ്രഷ് വാട്ടർ ഫോംസ് നോക്കുക. ഫ്രഷ് വാട്ടർ ഫോംസിൽ ആദ്യം വരുന്നതാണ് ലേബിയോ. നിങ്ങൾ കണ്ടു കാണും, രോഹു എന്ന് പറയും. എഡിബിൾ ആയിട്ടുള്ള ഫിഷ് തന്നെയാണ് ലേബിയോ. അതുപോലെ ക്ലാരിയസ്. ക്ലാരിയസിനെ മഗൂർ എന്ന് പറയും. ക്ലാരിയസ്, മഗൂർ. അതുപോലെ പിന്നെ വരുന്നത് കട്ട്ല. കട്ട്ല തന്നെയാണ്, കട്ട്ല. ഇത് 3ഉം ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ്. ഇനി അക്വേറിയം ഫിഷസ്. അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന ഫിഷസ്. ഇതിന്റെ പേരാണ് ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ്. ഇതും നിങ്ങൾ കണ്ടു കാണണം. അതുപോലെ തന്നെ പിന്നുള്ളതാണ് ടെറോഫൈലം എന്ന് പറയുന്നത്. ടെറോഫൈലം എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷ്. ഇത് രണ്ടും, ഏഞ്ചൽ ഫിഷും അതുപോലെ തന്നെ ഫൈറ്റിംഗ് ഫിഷും, ഇത് രണ്ടും അക്വേറിയം ഫിഷസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് അബൌട്ട് ഓസ്റ്റിക്ടൈസ്. ഓക്കെ, ഓർത്തിരിക്കേണ്ട പോയിന്റ്, എൻഡോസ്കെലിറ്റൻ, എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, ഓപ്പർക്കുലം പ്രസന്റ് ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ മൗത്ത് എവിടെയായിരിക്കും? കോൺട്രിക്ടൈസിന്റെ മൗത്ത് വെൻട്രൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ മൗത്ത് എവിടെയായിരിക്കും? ഇവരുടെ മൗത്ത് കാണുന്ന ആന്റീരിയർ റീജിയനിലായിരിക്കും. ആന്റീരിയർ, മുൻവശത്തായിരിക്കും കാണുന്നത്. അത് കോൺട്രിക്ടൈസ് ആണെങ്കിൽ എവിടെയാണ്? വെൻട്രൽ റീജിയനിലാണ് കാണുന്നത്. ഇതങ്ങനെയല്ല, ഇത് ആന്റീരിയർ റീജിയനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെയിലോ? കോൺട്രിക്ടൈസിന്റെ എന്താ പറഞ്ഞത്? ഹെറ്ററോകോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? ഞാൻ അവിടെ വരച്ചിട്ടായിരുന്നു, ഹോമോ കോഡലായിട്ടാണ് ഇവരുടെ ടെയിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ
നോക്കുക, ടെട്രാപോഡ. പൈസസും അതുപോലെ ടെട്രാപോഡയും അങ്ങനെയല്ലേ ക്ലാസിഫൈ ചെയ്തത് വെർട്ടിബ്രേറ്റ്സ്. എന്താ ടെട്രാപോഡ എന്ന് പറഞ്ഞാല്? ടെട്രാപോഡ, ടെട്രാ എന്ന് പറഞ്ഞാൽ എന്താ? 4. പോഡ എന്താണ്? അപ്പൻഡേജസ്. അപ്പോ 4 അപ്പൻഡേജസ്. ദീസ് ആർ, ഇതിനകത്ത് വരുന്ന എല്ലാത്തിനും 4 അപ്പൻഡേജസ് ആർ ദർ. അതിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് നോക്കുക. ഫസ്റ്റ് ക്ലാസ് ആംഫീബിയ. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആംഫീബിയൻ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫീബിയൻ. ഓ, പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്? ഫ്രോഗ് അല്ലേ? ആംഫീബിയൻ വിച്ച് ക്യാൻ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. സെക്കൻഡ് വൺ റെപ്റ്റീലിയ. റെപ്റ്റീലിയ, റെപ്റ്റൈൽസ്. ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ. എന്താ റെപ്റ്റൈൽസിന് എക്സാമ്പിൾ? സ്നേക്ക്, ലിസാർഡ്, ക്രോക്കഡൈൽ. Then aves. Aves എന്ന് പറഞ്ഞാൽ എന്താ? ബേർഡ്സ്. ബേർഡ്സിനെയാണ് ഏവ്സ് എന്ന് പറയുന്നത്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്? ക്രോ, പാരറ്റ് അല്ലേ? ഏവ്സ്. ദ ലാസ്റ്റ് മാമൽസ്. നമ്മളൊക്കെ വരുന്നതാണ് മാമൽസ്. ഇപ്പൊ ടെട്രാപോഡ ഈസ് ഡിവൈഡഡ് ഇൻടു 4 ക്ലാസ്സസ്. വിച്ച് ആർ ദേ? ആംഫീബിയ, then second one reptilia, third aves, and last mammals. Okay, tetrapoda is divided into 4 classes. First one amphibia, second one reptilia, third aves, and fourth mammalia. ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുക. ആംഫീബിയ ഓരോന്നായിട്ട് പറയാം. ആംഫീബിയയുടെ ഹാബിറ്റാറ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിയേ. ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. അത് തന്നെ നമ്മൾ പറയുന്നത് ആംഫീബിയൻസ് ക്യാൻ ലീവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ? ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അതേസമയം റെപ്റ്റേലിയ ആണെങ്കിലോ, റെപ്റ്റേലിയ മോസ്റ്റ് ഓഫ് ദം ആർ ടെറസ്ട്രിയൽ. അക്വാട്ടിക് ഇല്ലാന്നും നമ്മൾ പറയുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെ തന്നെയാണ്? ടെറസ്ട്രിയൽ ആണ്. ഏവ്സ് വരെയാണെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്? പ്രസൻസ് ഓഫ് ഫെദേഴ്സ് അല്ലെ? ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ്. എന്തിനു വേണ്ടിയാ? ഫോർ ഫ്ലൈയിങ്. അതേസമയം മാമൽസ് ആണെങ്കിലോ, മാമൽസ് ആണെങ്കിൽ അവർ യൂഷ്വലി ടെറസ്ട്രിയൽ, കൂടുതൽ പേരും ടെറസ്ട്രിയൽ ആണ്. പക്ഷെ ചിലതെല്ലാം ഫ്ലൈയിങ് മാമൽസ് ഉണ്ട്. ഫ്ലൈയിങ് മാമൽ ഏതാണ്? ബാറ്റ് അല്ലെ? വവ്വാല്. അതുപോലെ തന്നെ സം ഓഫ് ദം ക്യാൻ ലിവ് ഇൻ വാട്ടർ. നമുക്കിനി കോമൺ ആയിട്ട് ആംഫീബിയയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. അങ്ങനെ ഓരോന്നോരോന്ന് പറയാം. ആംഫീബിയാണ് പറയുന്നത്. അടുത്ത നോക്കാം. 2 pairs of limbs are present. 2 pairs of limbs are present അല്ലെ? എന്തിനു വേണ്ടിയാണ്? അവരുടെ മൂവ്മെന്റിന് വേണ്ടി ലിംസ് ഉണ്ട്. Moist skin without scales. Without scales. Scales are totally absent. Their skin is moist. ഒരു എക്സാമ്പിൾ, ആ ഫ്രോഗിനെ നിങ്ങളൊന്ന് സപ്പോസ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ, ഒന്ന് ആലോചിച്ച് നോക്കുക. ദെൻ റെസ്പിറേഷൻ ബൈ ഗിൽസ്, ലങ്സ് ഓർ സ്കിൻ. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പറഞ്ഞു ദ ആംഫീബിയൻസ് ക്യാൻ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു. അതായത് വെള്ളത്തിലാണെങ്കിൽ അവർക്ക് എന്താ? ഒന്നുകിൽ സ്കിന്ന് വഴിയായിരിക്കും, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഗിൽസ് വഴിയായിരിക്കും. അതല്ല ഇനി ടെറസ്ട്രിയൽ ലാൻഡിലാണെങ്കിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ? അത് ലങ്സ് വഴിയായിരിക്കും, പൾമോണറി റെസ്പിറേഷൻ. ഫസ്റ്റ് വൺ പറഞ്ഞത് അതിന്റെ ഹാബിറ്റേറ്റ് ആണ് ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. സെക്കൻഡ് 2 pair of limbs are present. തേർഡ് സ്കിന്നിൽ എന്തില്ല? മോയ്സ്റ്റ് സ്കിൻ ആണ്, വിത്തൗട്ട് സ്കെയിൽസ്, സ്കെയിൽസ് ആബ്സെന്റ് ആണ്. അടുത്തത് പറഞ്ഞത് റെസ്പിറേഷൻ ബൈ ഗിൽസ്, ലങ്സ് ഓർ സ്കിൻ. ബാക്കി പോയിന്റും കൂടി നോക്കാം. നോക്കാം. ഹാർട്ട് 3 chambered. പൈസസ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? 2 chambered. 1 atrium, 1 ventricle. ഇവിടെ 3 chambered ആണ്. 3 എന്ന് പറഞ്ഞാല് 2 atrium and 1 ventricle. 2 ഏട്രിയവും 1 വെൻട്രിക്കിളും വരുന്നതിനെയാണ് 3 chambered എന്ന് പറയുന്നത്. അതുപോലെ ഇവരും പൊയ്ക്കിലോതേമസ്. പൊയ്ക്കിലോതേമസിന് തന്നെ പറയുന്ന പേരല്ലേ കോൾഡ് ബ്ലഡഡ് എന്ന്? പൊയ്ക്കിലോതേമസ് ആർ കോൾഡ് ബ്ലഡഡ്. Then oviparous, to lay eggs. Egg laying animal ആണ്. ഇവരെല്ലാവരും തന്നെ egg laying ആണ്. എക്സാമ്പിൾ റാണ. ഇപ്പൊ ഫ്രോഗ്
toad, salamander, hyla, this all belongs to amphibia. Okay, ഇനി സെക്കൻഡ് ഏതാണ്? റെപ്റ്റേലിയ. നമ്മൾ പറഞ്ഞു റെപ്റ്റേലിയ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ അല്ലെ, മോസ്റ്റ്ലി ടെറസ്ട്രിയൽ. ചിലതെല്ലാം വാട്ടറിലും ഉണ്ട്, പക്ഷെ കൂടുതലും ടെറസ്ട്രിയൽ ആണ്. ലിംസ് ടു പെയർ ഈഫ് പ്രസന്റ് ഉണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, സ്നേക്ക് ഹാസ് നോ ലിംസ് അല്ലെ. അപ്പൊ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അത് 2 പെയർ ആയിരിക്കും. ഉണ്ടെങ്കിൽ 2 പെയേഴ്സ് കാണും. ഇനി സ്കിൻ നോക്കാം. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ ഹാവിംഗ് സ്കെയിൽ ഓർ സ്ക്യൂഡ്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ്, അവിടെ എന്താ പറഞ്ഞത്? മോയിസ്റ്റ് എന്നാണ്. ഇത് കോർണിഫൈഡ്, അതായത് ഡ്രൈ ആയിട്ടുള്ള കോർണിഫൈഡ് സ്കെയിൽസ് ഉള്ളത് പോലെയുള്ള സ്കിന്നാണ് അവർക്കുള്ളത്, കോർണിഫൈഡ് സ്കിൻ. പിന്നെ സ്കെയിൽസ് ഓർ ഹാവിംഗ് സ്കെയിലുണ്ട്, സ്ക്യൂട്ടും ഉണ്ട്. ഇനി റെസ്പിറേഷൻ ബൈ, ഇവിടെ ഗില്ലെന്നോ അതുപോലെ സ്കിൻ എന്നോ ഒന്നും പറയുന്നില്ല. ഇവിടെ യൂഷ്വലി റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ലങ്സ് വഴിയാണ്. ലങ്സ്. Then heart 3 chamber, സെയിം തന്നെ, 2 auricle 1 ventricle. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ക്രോക്കഡൈൽ ഹാസ് 4 chambered heart. ക്രോക്കഡൈൽ ഒരു എക്സെപ്ഷണൽ കേസാണ്, ഓർത്ത് വെച്ചോളാം. ബാക്കി എല്ലാ റെപ്റ്റൈൽസും 3 chambered ആണ്, പക്ഷെ ക്രോക്കഡൈൽ 4 chambered heart ആണ്. ഓവിപാരസ്, എഗ് ലേയിങ് ആനിമൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമിലിയോൺ, ക്രോക്കഡൈലസ്, നാജ, നമ്മൾ കോബ്ര എന്ന് പറയുന്നത്, അതുപോലെ വിപ്പേറ, വൈപ്പർ എന്ന് പറയുന്നത്, ക്രൈറ്റ്, ഇതെല്ലാം തന്നെ വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന റെപ്റ്റൈൽസ്. എല്ലാ തരത്തിലുള്ള സ്നേക്സും അതുപോലെ തന്നെ ക്രോക്കഡൈൽ, വാൾ ലിസാർഡ്, ഹെമിഡാക്ടൈലസ് എന്ന് പറയും, ഇതെല്ലാം, കാമിലിയോൺ, നമ്മൾ ഓന്തെന്ന് പറയുന്നത്, അതെല്ലാം വരുന്നത് ഈ ഒരു വിഭാഗത്തിലാണ്. ദെൻ തേർഡ് ക്ലാസ്, അടുത്തത് ഏതാണ്? ഏവ്സ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബേർഡ്സ് അല്ലെ. ഏവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സ്. പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ഫോർ ഫ്ലൈറ്റ്. നമുക്കറിയാം ബേർഡ്സിന്റെയും ഫെദേഴ്സ് ആണ്. ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ്. അവരുടെ ബോഡി മുഴുവനായിട്ട് കവേർഡ് വിത്ത് ഫെദേഴ്സ്. പിന്നെ ഇവർക്കും 2 പെയർ ഓഫ് ലിംസ് ആർ പ്രസന്റ്. അതിൽ തന്നെ 4 ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. 4 ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. 4 ലിംസ് വിങ്സ് ആയിട്ട്. ഹൈൻഡ് ലിംബ് എന്തിനു വേണ്ടിയാ? അവരുടെ ക്രൗളിംഗ്, വാക്കിംഗ്, എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? അവരുടെ ഹൈൻഡ് ലിംബാണ്. ഇപ്പോൾ ഒരു മരത്തേലൊക്കെ കയറി പോകാനോ അതും അല്ലെങ്കിൽ അവിടെ ഇരിക്കാനോ നടക്കാനോ എല്ലാം ഉപയോഗിക്കുന്നത് ഹൈൻഡ് ലിംബാണ്. 4 ലിംബാണ് വിങ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻഡ്. ഡ്രൈ ആണ്, ഗ്ലാൻഡ് ഇല്ല. പക്ഷേ ഒരു ഗ്ലാൻഡ് പ്രസന്റ് ആണ് അവരുടെ ടെയിൽ റീജിയനിൽ. ആൻഡ് ഓയിൽ ഗ്ലാൻഡ് ഈസ് പ്രസന്റ്. ആൻഡ് ഓയിൽ ഗ്ലാൻഡ് ഈസ് പ്രസന്റ് ഓൺ ടെയിൽ റീജിയൻ. വാലിന്റെ ഭാഗത്ത് ഒരു ഗ്ലാൻഡ് ഉണ്ടായിരിക്കും, ഓയിൽ ഗ്ലാൻഡ് കാണും നോർമലി. അല്ലെങ്കിൽ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ്, വിത്തൗട്ട് ഗ്ലാൻഡ്സ് ആണ്. പക്ഷേ ആൻഡ് ഓയിൽ ഗ്ലാൻഡ് ഈസ് പ്രസന്റ് നിയർ ദ ടെയിൽ. ലോങ് ബോൺസ്. ന്യൂമാറ്റിക് ബോൺസ് ആണ്. നോർമലി ബോൺ തന്നെയാണ് അവർക്കുള്ളത്, പക്ഷേ അത് ഹോളോയാണ്. ഹോളോ ആൻഡ് ഹാവിംഗ് എയർ ക്യാവിറ്റീസ്. അതിനെ പറയുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺ എന്ന് പറയും. ന്യൂമാറ്റിക്. എയർ ക്യാവിറ്റി എന്തിനു വേണ്ടിയാ? ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഫ്ലൈറ്റ് അല്ലേ, പറക്കണ്ടേ. പറക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വെയിറ്റ് കുറയണം അല്ലെ. അതുകൊണ്ടാണ് ഇവർക്ക് ഹോളോ എയർ ക്യാവിറ്റി ഉള്ള, ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ് ഉള്ള ബോൺ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. ദെൻ റെസ്പിറേഷൻ ബൈ ലങ്സ്. റെസ്പിറേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലങ്സ് തന്നെയാണ് ഇവരുടെയും റെസ്പിറേഷൻ. നെക്സ്റ്റ് ഹാർട്ട് നോക്കിയേ. ഹാർട്ട് ഈസ് 4 chambered. 4 chambered എന്ന് പറഞ്ഞാൽ 2 auricle 2 ventricle പ്രസന്റ് ആണ്. അപ്പൊ സർക്കുലേഷൻ എന്തായിരിക്കും? ഡബിൾ സർക്കുലേഷൻ ആണ്. 2 auricle 2 ventricle ഡബിൾ സർക്കുലേഷൻ. ഓവിപാരസ്, എഗ് ലേയിങ് ആണ്. എല്ലാ ബേർഡ്സും തന്നെ എഗ് ലേയിങ് ആണ്. പിന്നെ എക്സാമ്പിൾ കൊളുംബോ, പാവോ എന്ന് പറഞ്ഞാൽ പീക്കോക്ക്, കൊളുംബോ എന്ന് പറഞ്ഞാൽ പിജിയൻ, പിന്നെ ഓസ്ട്രിച്ച്, അതുപോലെ തന്നെ നമ്മുടെ
കോവസ് എന്ന് പറയും. ഒരുപാട് ബേർഡ്സ് ഉണ്ട് അല്ലേ? ഇതെല്ലാം വരുന്നത്, എല്ലാ തരത്തിലുള്ള ബേർഡ്സും വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന ക്ലാസ്സിലാണ്, ക്ലാസ് ഏവ്സ്. ഇവിടെ അതുപോലെ തന്നെ ഇവരുടെ മൗത്തിന് ഫ്രണ്ടിലായിട്ട് എന്തുണ്ട്? ബീക്കാണുള്ളത്, ബീക്ക്. ടൂത്ത് ടോട്ടലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗവും ഗിസാർഡ് എന്ന് പറയുന്ന റീജിയനും കാണും. ക്രോപ്പ് സ്റ്റോറേജ് ഓഫ് ഫുഡാണ്, ഗിസാർഡ് ഗ്രൈൻഡിങ്. കാരണം ഇവർ കഴിക്കുന്ന നട്ട്സ് ഒക്കെ അല്ലേ, അപ്പോൾ സീഡ്സ് ഒക്കെ അല്ലേ, അതുകൊണ്ടാണ് അതിന് ഗിസാർഡ് ഉള്ളത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? ലാസ്റ്റ് എന്ന് പറയുന്നത് മമേലിയ ഓർ മാമൽസ് അല്ലെ? നമ്മളെല്ലാം ഉൾപ്പെടുന്ന വിഭാഗമാണ് മാമൽസ് എന്ന് പറയുന്നത്. ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ. എ ഫ്യൂ ക്യാൻ ഫ്ലൈ ആൻഡ് ലിവ് ഇൻ വാട്ടർ. യൂഷ്വലി അവർ ടെറസ്ട്രിയൽ ആണ്, പക്ഷെ ചിലത് ഫ്ലൈ. ഏതാണ് എക്സാമ്പിൾ? ബാറ്റ്. അതുപോലെ തന്നെ ലിവ് ഇൻ വാട്ടർ, ചിലത് എവിടെയും കാണും, വെള്ളത്തിലും കാണും. എക്സാമ്പിൾ ഡോൾഫിൻ. ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ നോക്കിയേ, 2 pairs of limbs. എല്ലാത്തിനും പറഞ്ഞതുപോലെ തന്നെ 2 pairs of limbs. മമേലിയ എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഹാവിങ് മെമ്മറി ഗ്ലാൻഡ്, പിന്നെ എക്സ്റ്റേണൽ ഇയർ, പിന്ന എന്ന് പറയും, എക്സ്റ്റേണൽ ഇയർ പ്രസന്റ്. ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർസ്. ഇതാണ് ഇവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. സ്കിൻ പൊസസസ് ഹെയർസ്, മെമ്മറി ഗ്ലാൻഡ് ഈസ് പ്രസന്റ് to produce milk അല്ലേ? ഫീഡിംഗ് ദർ ബേബി ആണ്, ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദെൻ റെസ്പിറേഷൻ ബൈ ലങ്സ്, റെസ്പിറേഷൻ ബൈ ലങ്സ്. ദെൻ ഹാർട്ട്, 4 chambered ഹാർട്ട്. അതുപോലെ തന്നെ ഇവരും വാം ബ്ലഡഡ് ആണ്. ബേർഡ്സും അതുപോലെ തന്നെ മാമൽസും വാം ബ്ലഡഡ് ആണ്. വാം ബ്ലഡഡ് ആനിമൽസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോമിയോതെർമസ്. കോൾഡ് ബ്ലഡഡ് എന്താണ്? പൊയ്ക്കിലോതെർമസ്, പൊയ്ക്കിലോതെർമസ്. വാം ബ്ലഡഡ് എന്താണ്? ഹോമിയോതെർമസ്. എന്താണ് വാം ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവ്സ് ആയാലും മാമൽസ് ആയാലും they have constant body temperature. They have constant body temperature. Their body temperature cannot change according to their external environment. അല്ലേ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള ഫിനോമിനൻസും ഉണ്ടാകാറുണ്ട്. ഓക്കെ. അപ്പോൾ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാം ബ്ലഡഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോമിയോതെർമസ് എന്ന് പറയും. Then next, viviparous. Some of them are oviparous. Example, platypus. Platypus, oviparous. Viviparous ആണ്, കൂടുതലും viviparous ആണ്. Give birth and feed their younger ones. ഇനി എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്ലാറ്റിപ്പസ്, അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റിപ്പസ് ഓവിപാരസ്. പിന്നെ ക്യാമൽ, ഡോഗ്, കാനിസ് എന്ന് പറയും. ഫെലിസ്, ഫെലിസ് എന്ന് പറയുന്നത് എന്താണ്? ഡോഗ് ആണ്. കാറ്റ് എന്താണ്? ഫെലിസ്, കാറ്റ്, കാനിസ്, ഡോഗ്. നമ്മൾ ലിവിങ് വേൾഡിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂ വെയിൽ, ബ്ലൂ വെയിൽ അക്വാട്ടിക് ആണല്ലോ, പക്ഷെ അവരും എന്ത് തന്നെയാണ്? അവരും വരുന്നത് മമേലിയയിലാണ്. അപ്പൊ നമ്മൾ ടെട്രാപോഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ടെട്രാപോഡ്സില് അതിന്റെ 4 ക്ലാസ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ആംഫീബിയ, പിന്നെ റെപ്റ്റേലിയ, പിന്നെ ഏവ്സ്, പിന്നെ മാമൽസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ തന്നെ വെർട്ടിബ്രേറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് കോംപ്ലക്സ് ഓർഗാനിസം എന്ന് പറയുന്നത് ആരാണ്? ആംഫീബിയ ആണോ, റെപ്റ്റൈൽ ആണോ, അതോ ആരാണ്? ഏവ്സ് ആണോ, മാമൽസ് ആണോ? ഏറ്റവും അഡ്വാൻസ്ഡും കോംപ്ലക്സ് എന്ന് പറയുന്നത് മാമൽസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ആനിമൽ കിങ്ഡം. അപ്പോൾ നമ്മൾ ആനിമൽ കിങ്ഡം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു? അതിൻ്റെ ക്രൈറ്റീരിയാസ് ഫോർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിനുശേഷം നോൺ കോഡേറ്റ്സ് പറഞ്ഞു. നോൺ കോഡേറ്റ്സിൽ 10 ഫൈലംസ് ആണ് നമ്മൾ പറഞ്ഞത്. പോറിഫറ ടു ഹെമികോഡേറ്റ വരെ പറഞ്ഞു. ഹെമികോഡേറ്റ എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? നോൺ കോഡേറ്റ്സ് തന്നെയാണ്. അതിനുശേഷം കോഡേറ്റ. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു.